പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ഡിസംബർ 9-നും 11-നും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-നെയും ജനങ്ങളെ ആകെയും ഞെട്ടിച്ചുകൊണ്ട് UDF വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. ഒരു 50% സീറ്റിൽ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന LDF-ൻ്റെ മസ്തകത്തിനേറ്റ ഒരു അടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വിജയം. ആ തെരഞ്ഞെടുപ്പ് വിജയമല്ല, ആ തെരഞ്ഞെടുപ്പ് പരാജയം LDF-നെ സംബന്ധിച്ചിടത്തോളം. ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് LDF-നും CPM-നും ഇതുവരെ വിമുക്തരാവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മൂന്നാം ഭരണം സ്വപ്നം കണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മുന്നിൽ നിന്നിരുന്ന CPM-ൻ്റെ നേതാക്കന്മാർക്കും പിണറായി വിജയനും ഗോവിന്ദനുമെല്ലാം ആകപ്പാടെ മരവിച്ച് നിൽക്കുകയാണ്. UDF-കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വിജയം ലഭിച്ചത് എന്ന്. കാരണം 50% സ്ഥലത്ത് പോലും ബൂത്ത് കമ്മിറ്റികളില്ലായിരുന്നു എന്നുള്ളതാണ് അവസ്ഥ. വളരെ നിർജീവമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതൃത്വമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം നിർജീവമായിരുന്നു. മഹിളാ കോൺഗ്രസ് നേതൃത്വം നിർജീവമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനവും തീർത്തും നിർജീവമായിരുന്നു. എന്നിട്ടും തങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ വിജയത്തിലേക്ക് കുതിച്ചത് എന്ന് UDF-നും മനസ്സിലാവുന്നില്ല. അപ്പം UDF-നെയും LDF-നെയും ഞെട്ടിച്ച ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ UDF-ൻ്റെ കുതിച്ചുചാട്ടം അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ കാരണം എന്താണ്, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, ഒറ്റ വാക്കിൽ പറയാം, ഒരേ ഒരു വാചകത്തിൽ പറയാം, UDF-ന് ഈ വലിയ വിജയവും LDF-ന് ഈ ദയനീയ പരാജയവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൻ്റെ കാരണക്കാരൻ ഒരു മനുഷ്യനാണ്. 2 പേര് എന്ന് വേണേൽ പറയാം, എന്നാലും അതിൽ പ്രധാനപ്പെട്ടയാൾ ഒരു മനുഷ്യനാണ്. ആ ഒരേ ഒരു മനുഷ്യനാണ് ഈ വിജയത്തിൻ്റെ, UDF-ൻ്റെ വിജയത്തിനും LDF-ൻ്റെ പരാജയത്തിനും കാരണക്കാരൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ മനുഷ്യനോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും ഉണ്ടാവുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനെ ഒരു സ്വന്തം തറവാട്ട് പോലെ ഭരിച്ചു മുടിച്ച ഒരു ഏകാധിപത്യ ഭരണാധികാരിയുടെ ഏകാധിപത്യ ഭരണം, താൻ പ്രമാണിത്ത ഭരണം, താൻ പോരിമ നിറഞ്ഞ ഭരണം, അതിനൊരു അവസാനമുണ്ടാകും എന്ന് ജനങ്ങൾക്ക് ആത്മധൈര്യം നൽകിയ ആ വിജയത്തിൻ്റെ കാരണക്കാരനാണ് ആ മനുഷ്യൻ എന്നുള്ളത് കൊണ്ടാണ്. ആ മനുഷ്യൻ എന്ന് ഞാൻ പറയുമ്പോൾ ആ മനുഷ്യനൊരു ന്യായാധിപനാണ്. ആ ന്യായാധിപൻ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ഒരു ന്യായാധിപനാണ്. ആ ന്യായാധിപൻ എന്ന് ഞാൻ പറയുമ്പോൾ ആ ന്യായാധിപന് മാത്രം എന്ന് പറയുന്നത് യുക്തിഭദ്രമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ന്യായാധിപൻ്റെ കൂടെ KV ജയകുമാർ എന്ന് പറയുന്ന വേറൊരു ന്യായാധിപനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ വിഷയത്തിന് നേതൃത്വം നൽകിയ ന്യായാധിപൻ അദ്ദേഹത്തിനാണ് കൂടുതൽ ഇതിൽ പങ്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരൊറ്റ ന്യായാധിപനോട് ഈ UDF-കാർക്ക് ഏറ്റവും വലിയ നന്ദിയും ബഹുമാനവും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരാണ്. ആ നേതൃത്വമാണ് ആ തെരഞ്ഞെടുപ്പിൽ വിഷയം ഏതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവരാണ് നടത്തുന്നത്. ആ പ്രചരണ പ്രവർത്തനങ്ങൾ അവർ തീരുമാനിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ വിജയവും പരാജയവും ഒക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മളൊന്ന് എടുത്ത് നോക്കൂ. 2021 തെരഞ്ഞെടുപ്പിൽ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിന് പിണറായി വിജയൻ നൽകിയ നേതൃത്വം, ജനങ്ങൾക്ക് കിറ്റ് കൊടുത്തത്, പെൻഷൻ കൊടുത്തത്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 LDF-ൻ്റെ പ്രചരണായുധങ്ങൾ. അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു, അത് വിജയിച്ചു, അവർ ജയിച്ചു. ഈ 2016 നമ്മളൊന്ന് നോക്കൂ. 2016 സോളാർ, ബാർ കോഴ, ഇതൊക്കെയായിരുന്നു LDF-ൻ്റെ പ്രചരണായുധങ്ങൾ. അവരതിൽ പ്രചരണം നടത്തി, അവർ വിജയിച്ചു.
ഇനി 2006 നോക്കൂ. 2006 സ്ത്രീപീഡനങ്ങൾ, ഭൂമി കൈയേറ്റങ്ങൾ, അഴിമതി, ഇതുപോലെയൊക്കെയുള്ള അച്യുതാനന്ദൻ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു 2006 പ്രചരണ വിഷയങ്ങൾ. അതിൽ പ്രചരണം നടത്തി, അതിൽ LDF വിജയിച്ചു. അവിടെയൊക്കെ UDFനും പ്രചരണായുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ തോറ്റ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രചരണ വിഷയങ്ങൾ തീരുമാനിക്കും, അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും, അത് ജനങ്ങളെ സ്വാധീനിച്ചാൽ അവർ ജയിക്കും. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു ട്രെൻഡ്. എന്നാൽ ഈ 2025 ഡിസംബർ 9-നും 11-നും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2021 മുതൽ അധികാരത്തിലിരിക്കുന്ന ഈ പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നില്ലേ UDF മുന്നോട്ട് വെക്കേണ്ടിയിരുന്നത്? അങ്ങനെ എന്തെങ്കിലും മുദ്രാവാക്യങ്ങൾ UDFന് ഉണ്ടായിരുന്നോ? സുസംഘടിതമായി എന്തെങ്കിലും മുദ്രാവാക്യങ്ങൾ അവർ പറഞ്ഞോ? അവർ ഭരണവിരുദ്ധത സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തിയോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കിയത് എന്താ? അത് ശബരിമല പെരുങ്കൊള്ള എന്ന് പറയുന്ന ഒരേ ഒരു വിഷയമാണ്. ആ വിഷയമാണ് അവർ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കിയത്. ആ പ്രചരണായുധം അവർ ജനറേറ്റ് ചെയ്തതാണോ? ശബരിമലയിലെ പെരുങ്കൊള്ള അവരാണോ പുറത്തു കൊണ്ടുവന്നത്? ശബരിമല പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നതിൽ എന്തെങ്കിലും പങ്ക് UDFനോ കോൺഗ്രസിനോ ഉണ്ടോ? ഇല്ലേ ഇല്ല എന്നുള്ളതല്ലേ വസ്തുത. ആ ശബരിമല പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നത് ആരാ? ആ ശബരിമല പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ്. എ രാജാ വിജയരാഘവൻ എന്നും KV ജയകുമാർ എന്ന് പറഞ്ഞ 2 ന്യായാധിപന്മാരടങ്ങുന്ന ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചല്ലേ ആ വിഷയം പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അല്ലേ? അതിൽ രാജാ വിജയരാഘവന് ഞാൻ കൂടുതൽ റോൾ കൊടുക്കുന്നത് അദ്ദേഹമാണ് ആ ബെഞ്ചിന് നേതൃത്വം നൽകിയതും ആ ബെഞ്ച് കൊണ്ടുവന്ന ഒരു 8ഓളം ഇടക്കാല ഉത്തരവുകളെല്ലാം എഴുതിയതും രാജാ വിജയരാഘവൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ കൂടുതൽ സ്ഥാനം കൽപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ശബരിമല പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നത്? 2025 സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സെപ്റ്റംബറിലോ മറ്റോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്തൊരു കേസിലൂടെയല്ലേ സുഹൃത്തുക്കൾ ഇത് പുറത്തു കൊണ്ടിരുന്നത്? സ്വമേധയാ എടുത്ത കേസിലൂടെ, സുവമോട്ടോ എടുത്ത കേസിലൂടെ, അങ്ങനെയല്ലേ ഇത് പുറത്തു കൊണ്ടിരുന്നത്? അതിനുശേഷം കൊണ്ടുവന്ന ഓരോ ഇടക്കാല ഉത്തരവുകളിലൂടെ ഈ പെരുങ്കൊള്ളയുടെ വിശദാംശങ്ങളെല്ലാം ഓരോ ഉത്തരവുകളിലൂടെ പുറത്തു കൊണ്ടുവന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചല്ലേ? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചല്ലേ ഇത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചല്ലേ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ വേണം എന്ന് തീരുമാനിച്ചത്? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചല്ലേ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞത്? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചല്ലേ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കോൺസ്പിരസി, ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞത്? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചല്ലേ പെരുങ്കൊള്ളയിൽ ദേവസ്വം ബോർഡിലെ ഉന്നതര മുതൽ താഴോട്ട് വരെയുള്ളവർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞത്? ഫ്രം ദ ഹയർ എഷലൻസ് ടിൽ ഡൗൺവേർഡ്സ് എന്ന് അവരല്ലേ പറഞ്ഞത്? അവരല്ലേ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് പറഞ്ഞത്? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വൃത്തികേടുകളെല്ലാം പുറത്തു കൊണ്ടുവന്നത്? ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചല്ലേ ഈ വാതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നത്? അപ്പം അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ UDFന് വിജയം സമ്മാനിച്ച ആ വിഷയം അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പുറത്തു കൊണ്ടുവന്ന ദേവസ്വം ബെഞ്ചിന് നേതൃത്വം നൽകിയ രാജാ വിജയരാഘവൻ എന്ന ന്യായാധിപനോട് UDFകാർക്ക് മാത്രമല്ല നന്ദിയും ബഹുമാനം ഉണ്ടാവേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്കാകപ്പാടെ, കേരളത്തിലെ പൊതുജനത്തിനാകപ്പാടെ, പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണത്തിൽ മനംനൊന്തിരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും, കേരളത്തിലെ പ്രബല മതവിഭാഗമായ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നന്ദിയും ബഹുമാനത്തോടു കൂടി സ്മരിക്കേണ്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വി രാജാ വിജയരാഘവനായിരുന്നു. സുഹൃത്തെ, നമ്മളൊന്ന് ആലോചിക്കും, ഈ ശബരിമല പെരുങ്കൊള്ള ഇല്ലായിരുന്നെങ്കിൽ ഈ സതീശൻ്റെയും കൂട്ടരുടെ കയ്യിൽ എന്തുണ്ടാകുമായിരുന്നു? എന്ത് മൂക്കാച്ചള ഉണ്ടാകുമായിരുന്നു അവരുടെ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ പൂത്ത് ചീഞ്ഞു നാറിയ ഈ സർക്കാരിനെതിരെ എന്ത് സമര പോരാട്ടങ്ങൾ ഈ പ്രതിപക്ഷം നടത്തി എന്നാലോചിച്ച് നോക്കി. ഇത്ര വൃത്തികെട്ട ഒരു ഭരണം, ഇത്ര ഏകാധിപത്യ സ്വഭാവത്തിലുള്ളൊരു ഭരണം,
ഇത്ര അഹങ്കാരം നിറഞ്ഞ ഒരു മനുഷ്യൻ നേതൃത്വം നൽകിയ ഭരണം, ആ ഭരണത്തിനെതിരെ ഒരു 100,000 വിഷയങ്ങൾ ഉണ്ടായിട്ട് ഏത് സമരത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ഒന്നും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 4.25 വർഷക്കാലം എന്ത് നിയമ പോരാട്ടം നടത്താൻ കഴിഞ്ഞു കൊടുത്ത പ്രതിപക്ഷത്തിന്? ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 5,000 പേരെ വെച്ച് തിരുവനന്തപുരത്ത് ഒരു സമരം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പാവപ്പെട്ട ആശാ വർക്കർമാർ 2-3 മാസം ഇവിടെ സമരം ചെയ്തിട്ട് അവരെ ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. അവിടെ വന്ന് പ്രസംഗം നടത്തിയിട്ട് പോയതല്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ പെരുങ്കൊള്ള എന്ന് പറഞ്ഞൊരു വിഷയം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ LDF ഭൂരിപക്ഷം നേടിപ്പോയനെ. കാരണം അത്രയ്ക്ക് നിർജ്ജീവമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയം, അത് കോർപ്പറേഷൻ്റെ കാര്യത്തിലായാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്കായാലും മുനിസിപ്പാലിറ്റി ആയാലും ഗ്രാമപഞ്ചായത്തുകളിലായാലും ഉജ്ജ്വലമായ വിജയം UDFന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഒരേ ഒരു മനുഷ്യനാണ്. ഒരേ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ആർജവം, ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തി, ആ മനുഷ്യൻ്റെ എന്താണ് കമ്മിറ്റ്മെൻറ്റ്, ഒരു ജസ്റ്റിസ് എന്നുള്ള നിലയിലുള്ള കമ്മിറ്റ്മെൻറ്റ്, ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ള പുറത്തു കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകൂ എന്നുള്ള ആ ഒരു ഗ്രിറ്റ്, അതൊന്നുകൊണ്ട് മാത്രമാണ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് UDFും പ്രത്യേകിച്ചും UDFും പൊതുവിൽ കേരളത്തിലെ ജനങ്ങളും ഈ രാജാ വിജയരാഘവൻ എന്ന് പറയുന്ന ഈ ന്യായാധിപനോട് കടപ്പാടും സ്നേഹവും ബഹുമാനവുമുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.